സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ സർക്കാർ നീക്കം. നിലവിൽ ആരംഭിച്ചിട്ടുള്ള മാസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം കർശന പരിശോധനകളിലൂടെ അർഹതയില്ലാത്തവരെ പൂർണ്ണമായും പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. സംസ്ഥാനത്ത് നിലവിൽ 66.22 ലക്ഷം ഗുണഭോക്താക്കളുണ്ട്. ഇതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 51.87 ലക്ഷം പേർ, ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്ന 14.35 ലക്ഷം പേർ വരുന്നു. നിലവിലെ പെൻഷൻ തുക 2000 രൂപയാണ്. UDF സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ തുക 3000 രൂപയാണ്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക ബാധ്യത മറികടക്കാനാണ് അനർഹരെ ഒഴിവാക്കി പട്ടിക ചുരുക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. മുൻ വർഷങ്ങളിൽ മാസ്റ്ററിംഗ് കഴിയുമ്പോൾ മരിച്ചവർ മാത്രമാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പ്രാദേശിക രാഷ്ട്രീയ ഇടപെടലുകൾ വഴി പുതിയ അപേക്ഷകർ വൻതോതിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ അപേക്ഷകൾക്ക് അനുമതി നൽകുന്നതിന് മുൻപും പരിശോധന കർശനമാക്കും. വരുമാന പരിധി കുറച്ചു കാണിച്ചും വിദേശത്തുള്ളവരുടെ വിവരങ്ങൾ മറച്ചുവെച്ചും അനേകം പേർ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. നിലവിലെ നിയമപ്രകാരം കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്നവർ, 1000 CCക്ക് മുകളിൽ ശേഷിയുള്ള വാഹനങ്ങൾ ഉള്ളവർ, മറ്റു പെൻഷനുകൾ വാങ്ങുന്നവർ ക്ഷേമ പെൻഷൻ അർഹരല്ല. യഥാർത്ഥ അർഹരായവർക്ക് പെൻഷൻ ഉറപ്പാക്കുന്നതിനായി വരും ദിവസങ്ങളിൽ ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങളിൽ ആവശ്യമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമെന്ന് സൂചനയുണ്ട്. സംസ്ഥാന ഡാറ്റാ സെന്ററിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ജീവൻ രേഖ പോർട്ടൽ വഴി വെള്ളിയാഴ്ച ആരംഭിച്ച മാസ്റ്ററിംഗ് മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. അക്ഷയ കേന്ദ്രങ്ങളിൽ ലോഗിൻ ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണം 2ആയി നിജപ്പെടുത്തിയിട്ടും പോർട്ടൽ വേഗത കൈവരിച്ചില്ല. ഇതോടെ അക്ഷയ വഴിയുള്ള മറ്റു സേവനങ്ങളും മുടങ്ങി. എന്നാൽ സെപ്റ്റംബർ 30 വരെ മാസ്റ്ററിംഗ് നടത്താൻ സമയമുള്ളതിനാൽ പൊതുജനങ്ങൾ ആദ്യ ദിവസങ്ങളിൽ തിരക്ക് കൂട്ടേണ്ടതില്ല എന്നറിയിച്ചു.